പെയിന്റ് അടിച്ചൊന്ന് വൃത്തിയാക്കി ഇടണം. അതാണ് ഇനി അടുത്ത പണി. മഹേഷ് നല്ല ഗ്ലാമർ വെച്ച് നമ്മൾ മഹേഷ് പറയാം, അല്ലെങ്കിൽ എന്താ ഞാൻ ഗ്ലാമറിൽ കുട്ടിയിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളേ, അല്ലെങ്കിൽ അത് ഭയങ്കര റഫല്ലേ സാധനം. അറക്കിയ മീൻ കൂട്ടാൻ അന്വയിക്കുന്നത് സരിത അതെ അറക്കിയാന്നല്ല, എന്റെ ഇഷ്ടമാണ് നടപ്പിലാക്കുന്നല്ല പറയപ്പെടുന്നത്. ചേച്ചിയിൽ ഞാൻ ഇച്ചിരി കുഴപ്പം തോന്നുന്നില്ല. മീൻ കഷ്ണം മുഴുവൻ കൂട്ടാ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഇടയില്ലേ. ഞാനൊന്നും പറയല്ലേ, നിങ്ങളൊക്കെ ഒരു സെറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും വേണ്ട. ഈ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ വർക്കുകൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. അതിലത്തെ ലാസ്റ്റ് വർക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതാണ് എൻ്റെ ആഗ്രഹം ഉണ്ട് ഞാൻ പറയണേ. പക്ഷെ ഇതൊക്കെ ഫൈനൽ തീരുമാനങ്ങളൊക്കെ ചേട്ടൻ്റെ ആയിരിക്കും. പക്ഷെ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ചെയ്തു, ഇനി ഇതൊന്ന് പെയിന്റ് അടിച്ചൊന്ന് വൃത്തിയാക്കി ഇടണം. അതാണ് ഇനി അടുത്ത പണി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. എന്തൊരു എളിമ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാ മഹേഷ് നല്ല ഗ്ലാമർ വെച്ച്. നമ്മൾ മഹേഷ് പറയാം, അല്ലെങ്കിൽ എന്താ ഞാൻ ഗ്ലാമറില്ലേ, ഗ്ലാമറാണ്. അപ്പൊ ഇവര് കുറച്ച് പെയിന്റ് കൂടി ഉണ്ട്. ഗ്രേ തന്നെയാണ് അടിക്കാൻ പോണേ കേട്ടാ, വേറെ കളറൊന്നും നമ്മൾ ഇങ്ങോട്ട് കടത്തില്ല. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് വാങ്ങിക്കാൻ പോവാ അല്ലേ, ഇവര് മേടിക്കാൻ പോവാ. അപ്പൊ നമ്മുടെ പിള്ളേരുകൾ പെയിന്റ് വാങ്ങിക്കാൻ പോയി, അവര് അടി തുടങ്ങി. ഞാൻ അറിഞ്ഞില്ലേ, അറിഞ്ഞില്ലല്ലോ, ആരും പറഞ്ഞില്ല. ഇവരാദ്യം ചെയ്യാൻ പോണത് ഇതിന്റെ പറഞ്ഞു കൊടുത്താ എനിക്കെങ്ങനെ അറിയാം, അവരെന്നെ പറഞ്ഞുതരും. വൈറ്റ് വാഷ് അടിക്കല്ലേ, ഉള്ളില് ഡിസൈൻ വേണ്ടട്ടാ, വെറുതെ അടിച്ചാ മതി. അത് മതി. എന്തിട്ട് ചെയ്യാൻ പോണെന്ന് പറയണ്ട, ലാസ്റ്റ് കണ്ടാ മതി. അതെ, ഇപ്പൊ ഇവര് ചെയ്യാൻ പോണതേ ഉള്ളില് നമ്മുടെ സാധാരണ ലാസ്റ്റ് കണ്ടാ മതി. നീ എടുക്കണ്ട കെട്ടിയത് വേണ്ട, വേണ്ട എടുക്കണ്ട, ആവശ്യമില്ല എടുക്കണ്ട. ഇവരിപ്പോ ചെയ്യാൻ പോണതേ ഉള്ളില് ഈ പെയിന്റ് അടിച്ചിട്ടേ ചേട്ടാ പറയണ്ട, കഴിഞ്ഞു. ലാസ്റ്റ് കാണിക്കുമ്പോഴല്ലേ എന്റെ ഭംഗി. പുറത്തെന്തൊരു ചെയ്യാൻ പോണെന്നറിയോ, പുറത്ത് ചെയ്യാൻ പോണതാണ്. നീ കാണിച്ചു തരാം. എന്തേലും പറയും. നമ്മുടെ ഈ കോഴിക്കൂടില്ലേ, ഇതുപോലെ കല്ലിയാക്കില്ലേ, കണ്ട ഈ കല്ലി ടൈപ്പാക്കും പുറത്ത്. അതാണ് ചെയ്യാൻ പോണത്. മഹേഷിയും അടുത്ത പരിപാടിക്ക് കടന്നു കേട്ടാ, പുട്ടിയിടുന്നു കേട്ടാ, പുറത്ത് പുട്ടിയിടുന്നു. വേണ്ട, പുട്ടിയിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളേ, അല്ലെങ്കിൽ അത് ഭയങ്കര റഫല്ലേ സാധനം. ചെത്തി തേച്ചതേ ഇവൻ അപ്പുറത്ത് ഒട്ടിച്ച് പോണ്ടില്ലേ, പൊളിച്ചിരുന്നിട്ടാണ് ഈ ചെയ്യുന്നത്. അതെ, ഇവപ്പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ഈ സാധനം സ്റ്റിക്കറല്ല, സെല്ലോ ടൈപ്പ് എന്താ പറയാ, മാസ്കിങ് ടൈപ്പ് ഒട്ടിക്കുന്നു കേട്ടാ. എന്നിട്ട് ഭാര്യ വീട്ടുകാരെന്ന് പറഞ്ഞു, അവരായിട്ട് കമ്പനി ചെയ്യാ. അതെ, അതിൻ്റെ അടി ധൃതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ക്ഷീണിച്ചിരിക്കുന്നതാ. ഈ സമയത്ത് അമ്മായിയമ്മയുടെ ഫുഡ് കഴിച്ചിട്ട് നല്ല ആരോഗ്യം വയ്ക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ മഹേഷിന് അങ്ങനത്തെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങളിവിടെ ചോറും കൂട്ടാനും വയ്ക്കുന്നുണ്ട്. ചോറും കൂട്ടാനും വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കൂട്ടാനും ഇവർക്ക് കൊടുത്ത്, ഇവർക്ക് കോഴി ഇറച്ചിയോട് വലിയ താല്പര്യമില്ല, പോത്തിറച്ചിയോട് താല്പര്യമില്ല അവർക്ക്. തീരുമാനിച്ചു അല്ല, അതുകൊണ്ട് അറക്കിയ മീൻ കൂട്ടാൻ വയ്ക്കുന്നത് സരിത. അതെ, അറക്കിയാന്നല്ല, നെയ്മീൻ. വലിയ മീൻ കിട്ടിയില്ല, ഞാൻ ചെറിയതാണ് കിട്ടിയത് കേട്ടാ. അപ്പോൾ ഇവിടെ വർത്താനം പറയുകയും ചെയ്യാം. ഇത് കുടില് വെക്കാന്ന് വിചാരിച്ചാ. അപ്പോൾ ഇവർ ഇവിടെയല്ല പണിയുന്നത്. ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചു വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ കഷ്ണങ്ങളാണ് ഭയങ്കര. അപ്പോൾ സരിത ഇവിടെ കൂട്ടാൻ വയ്ക്കുന്നത്, കൂട്ടാൻ വെക്കൽ ഇത് ഇതൊന്നുമില്ല, വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ചട്ടിയിൽ സാധാരണ പോലെ മീൻ കൂട്ടാൻ വയ്ക്കുന്നത് കണ്ട, തീ കത്തിച്ചു. എൻ്റെ നെഞ്ചത്തേക്ക് വല്ലവരും നോക്കിയേ, ഇത് തെറ്റിദ്ധരിക്കരുത്. ഇതെന്തുണ്ടെന്നറിയോ, നമ്മുടെ അതുമെന്ന് ഇവിടെ വീടിൻ്റെ മുന്നിൽ കണ്ടമാനം പേരയുണ്ട്. കണ്ടമാനം പോലും കിട്ടാറില്ല, ഒരു പേരക്കായ പോലും കിട്ടില്ല. എല്ലാ പേരക്കായും പാറാടാന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് അറിയില്ല. വവ്വാലിട്ടാ, വവ്വാല്, അണ്ണാറക്കണ്ണന്മാർ, ഇവരൊക്കെ തിന്നിലാണ്. ഇതിപ്പോൾ ഇന്ന് കാലത്ത് നടക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് പറഞ്ഞത്. ഒറ്റ വീഴ്ചയിൽ കേട്ടോ സാധനം പൊളിഞ്ഞു. ബെസ്റ്റ് പേരക്കായേ.
പേരക്കായ പോക്കറ്റിലിട്ട് നടന്നിട്ട് കുറേ സമയമായി. അവർ നോക്കിയേ ആ സാധനം ഒട്ടിച്ചിട്ട് അതിന്മേ പുട്ടിയിരുന്നിട്ട് വീണ്ടും അവര് വേറൊരു ഐഡിയ പറഞ്ഞു. എന്താ ഇപ്പൊ കോഴിക്കൂടിന്റെ അവിടത്തെ പോലെയല്ല പറഞ്ഞേക്കണത്. ഗ്രേ അടിച്ചിട്ട് ലയൻ വെള്ള, അതിന് പകരം ഉൾഭാഗത്തെ കട്ടകളില്ലേ, കട്ടകള് വെള്ളയല്ല, ഒരു ഐവറി കളറ്, ഒരു ക്രീമിനേക്കാളും കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് എന്നാ മഞ്ഞയല്ല അങ്ങനത്തെ. അത് ഉൾഭാഗം കട്ട, വര ഗ്രേ. അങ്ങനെ ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കുന്നു എന്ന് പറയുന്നു ഇവരുണ്ട്. അവര് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞിട്ട് ഞാൻ മതിലിന്റെ പുറത്ത് അടിച്ചത് ഓർമ്മയില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് മാച്ച് കളപ്പിച്ചു. മനസ്സിലായ? അപ്പൊ വേണ്ട, ഇനിയൊന്നും പറയണ്ട. അപ്പൊ നേരത്തെ ഫസ്റ്റ് നമ്മൾ അപമാനിക്കല്ലേന്ന്, വെയിലിന്റെ ചൂടോണ്ട് തന്നെ ഇവര് പൊരിഞ്ഞിട്ടിരിക്കണം. അല്ല, നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ അപ്പൊ തന്നെ സരിത പറഞ്ഞു ഇനി ഇതിൽ വല്ല മാറ്റങ്ങൾ വരുത്തുണ്ടോന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പുറത്ത് ഇവര് മതിലിന്മ മറ്റേ കളർ അടിച്ചിട്ട് സരിത വന്ന് കണ്ടിട്ട് മാറ്റിപ്പിച്ചു. എന്റെ അഭിപ്രായമായിരുന്നത് എന്താ, അതില് മുഴുവൻ ആ വീഡിയോയില് കമന്റ്സ് അതിന്റെ ഭംഗി കളഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ കമന്റ്സ് കണ്ടിട്ടല്ലടാ നിങ്ങൾ അന്ന് രാത്രി വന്നിട്ട് അത് മാറ്റിയത്. ഇവര് വരുമ്പോഴേ പെയിന്റും വാങ്ങിച്ചു വന്നിട്ട് ഇവര് വൈകുന്നേരം പണിത് അടിച്ചിട്ട് പോയി. അത് 8 മണി വരെ ഇങ്ങോട്ട് നിന്നിട്ട്. അതല്ലാന്ന്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ് നടപ്പിലാക്കുന്നതല്ല പറയപ്പെടുന്നത്. എന്റെ ഇഷ്ടമായിരുന്നതല്ല, അതൊരു സത്യമാണ്. വീഡിയോ കാണാൻ എല്ലാവർക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ലാസ്റ്റ് പണി ഇവിടത്തെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ആഗ്രഹം വിഷയം മാറ്റി. ചട്ടി ഇപ്പൊ എന്നെ പൊട്ടി തെറിച്ചതന്നെ. ചട്ടിയിൽ ഒഴിച്ചു വർത്താനം പറഞ്ഞേ. എനിക്ക് വേണ്ട, നല്ല രസാ. ഞാൻ കടിച്ചാർക്കും തരുന്നില്ല. ഇപ്പൊ വെളിച്ചെണ്ണയിലായും തന്നെ ഉലുവ കടുക് പൊട്ടിക്കില്ല ചേട്ടാ. അപ്പൊ നേരത്തെ പറഞ്ഞതിന് ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. അത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ വീഡിയോ അല്ല, ഈ പണി ഇവിടെ നടക്കുന്ന പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹം. ഇത് ലാസ്റ്റ് പണി ആവട്ടെ. ഇനി വേറെയും പണികൾ ഓരോന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കുത്തിപ്പൊക്കി കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. അതും കൂടി ചെയ്താൽ ഭംഗിയാവും, ഇതും കൂടിയും ചെയ്താൽ ഭംഗിയാവും എന്ന് പറഞ്ഞിട്ടേ. ഇപ്പം നമ്മളിവിടെ മറ്റേ ചെടികൾ വെച്ച് എൻ്റെ അവിടെ ഇഷ്ടിക വെച്ചു. ആ ഇഷ്ടിക വെച്ചത് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഈ ഇഷ്ടികയ്ക്ക് പകരം AAC ബ്ലോക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ. അതിനൊരു ഗ്രേ കളറാണല്ലോ, അപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു കളർ തീമിന് യോജിച്ചതായേനേന്ന്. പക്ഷെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് കിട്ടൂട്ടാ. അപ്പൊ അത് ഞങ്ങള് നോക്കി. ചേട്ടൻ അതന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണത്തിന് 60 രൂപന്റെ വില. ഒരെണ്ണത്തിന് ഒരു AAC ബ്ലോക്കിന് 60 രൂപ. അപ്പൊ ഒരു കുറെ എണ്ണം വാങ്ങിക്കും. ഒരു 50-60 എണ്ണം വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പൈസ ഇവിടെ ഇഷ്ടിക ഉണ്ടല്ലോ. പിന്നെ കാശിൻ്റെ ടൈമിൽ നമുക്ക് അത് വാങ്ങിക്കാം, ഇഷ്ടിക മാറ്റാം. നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് ചോദിക്കണ്ടല്ലോ അല്ലേ? അതല്ല പറയാൻ വന്നേ. അത് ഭംഗി നമ്മളെവിടെയാണ് ഭംഗിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ലോ. നമ്മളിപ്പോൾ ഒരു ഷർട്ടാണെങ്കിൽ ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു എന്തൊരു ചെയ്യാം മാഷേ? നല്ലത് നോക്കിയെടുക്കും. നമ്മൾ കുറേ എണ്ണം തെരഞ്ഞെറിഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മളത് എടുത്തു വന്നിട്ട് നമ്മൾ ഇട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ വീട്ടിലെ അമ്മ അവർ പറയും ഇത് കാണാൻ വലിയില്ല, അത് എന്തൊരു സാധനം എടുത്തോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഇടാൻ വലിയ ഇഷ്ടം ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നീ അത് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് വേറെ പുതിയത് എടുക്കില്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉണ്ടാവും അപ്പനെ മാറ്റുന്നത്. നീ എന്തിനാ ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ ഇതിന്റെ ഉള്ളിലാണ് കേട്ടാ കുറേ പണികൾ. അറിയാ ഇവിടെ അല്ല, നീ ഇടുന്നതിന് മുമ്പ് പറയണ്ടേ? അത് ഞാൻ പറയും. ഇടാറായിട്ടില്ല. ഇത് നന്നായിട്ട് ദേ മുരിഞ്ഞു വന്നു. അപ്പൊ എനിക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞു കിട്ടും. ഈ കൂട്ടാൻ കൂട്ടിട്ട് വേണം നിങ്ങളുടെ ചോറാണ് കേട്ടാ. പപ്പടം ഉണ്ട്. പപ്പടല്ലേ? നീ വറക്കില്ലേ? മീൻ വറക്കാനുണ്ട്. ഇതിന്റെ ചെറിയ ചെറിയ പീസുകൾ വറക്കാനുണ്ട്. അത് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വറക്കാം. എന്നിട്ടാണ് അതിന് നിങ്ങൾക്ക് കോഴിയിറച്ചി പോത്തിറച്ചി ഒന്നും ഇഷ്ടമില്ല. ചേട്ടൻ തുടക്കം തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. അതെ, ഇഷ്ടമില്ലാന്ന്.
ഈ നെയ് മീനെ വില കൂടുതൽ ഭയങ്കര. അല്ല കോഴിക്ക് വലിയ വിലയൊന്നുമില്ല. ചൂട്ടത്ത് കഴിക്കണ്ട വെയിലത്തുനിന്ന് മാറിക്ക്. നീ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഭംഗി വെച്ചു നീ. അമ്മായിമ്മ ഇല്ലെങ്കിൽ അമ്മായിമ്മരെ സഹായില്ലെങ്കിലും ഇവൻ ഭംഗി വെച്ചു. അതല്ല, മഹേഷിന്റെ ശരീരപ്രകൃതി പെട്ടെന്ന് തടിക്കണ ടൈപ്പാ. അപ്പൊ അമ്മായിമ്മയുടെ സൽക്കാരം കൂടെ ഇങ്ങനെ വയറൊക്കെ ചാടി വരുവായനെ, അതിന്ന് രക്ഷപ്പെട്ടു. സ്നേഹിച്ച് കല്യാണം കഴിച്ചാരണേ അതിന് കുഴപ്പം. സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് കുഴപ്പം തോന്നുന്നില്ല, അടിപൊളിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരാഴ്ചയിലൂടെ ഒരു 25 കൊല്ലം കഴിട്ടാ. എന്നിട്ട് നീ അഭിപ്രായം പറയും. 4 വർഷം പ്രണയിച്ച ആൾക്കാരാ. അതെ, അപ്പൊ പരസ്പരം അറിയുന്ന ആൾക്കാർ തമ്മിൽ കല്യാണം കഴിക്കല്ലേ നല്ലത്. തീർച്ചയായിട്ടും. വന്ന് ചായ കുടിച്ചിട്ട് നാളെ കല്യാണം ഉറപ്പിച്ച് പോണേക്കാളും നല്ലതല്ലേ? അത് നമ്മൾക്കിട്ടൊരു വെച്ചതാണോ ചേട്ടാ? നമ്മള് 10-22 കൊല്ലായില്ലേ? അല്ല, ഈ പറഞ്ഞ പോലെ ചായ കുടിച്ചു പോയിട്ട് കല്യാണം കഴിച്ചതാ. ഈ ലഡ്ഡും ജിലേബിയൊക്കെ തിന്നിട്ട് വന്നിട്ട് പെണ്ണ് കണ്ടിട്ട് പെണ്ണ് ഉറപ്പിച്ച് പോണേക്കാളും നല്ലതല്ലേ? അത് പറയാൻ പറ്റില്ല ചേട്ടാ, അല്ലേ? അത് പറയാൻ പറ്റില്ല. നിന്റെ കല്യാണം എങ്ങനെയാ? അടുത്ത കൊല്ലം ഉണ്ടാവും അവന്റെ കല്യാണം. അടുത്ത പച്ചമുളക് ഇടാൻ പോണു. പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇടുന്നു. വേപ്പില വേണ്ടേ? വേപ്പില വേണം. ഞാൻ വേപ്പില പൊടിച്ചിട്ട്. അങ്ങനെ വേപ്പില ഇട്ടിട്ട് ഉഷാറാക്കിട്ടാ. ഇവിടെ ആക്കുമ്പോൾ ചൂട് കുറവാ. നമ്മൾ ഇപ്പം ഈ സമയത്ത് കുടില് പോയി കഴിഞ്ഞാലേ വിറകടുപ്പും വയ്ക്കണം, അതിൻ്റെ ഒപ്പം തന്നെ ചൂടും ഭയങ്കര. ഇതിപ്പോൾ ഇവിടെയും ഇത് പുട്ടിയിരുന്നണ്ട, ഇവർ പുട്ടിയിട്ടിട്ടുകൊണ്ടിരിക്കണ. ഇവിടെ തേക്കേണ്ടല്ല, അതായത് ഇതിൻ്റെ ലെവല് കറക്റ്റ് അല്ല. അപ്പോൾ ഇത്രയ്ക്ക് ഇതിൽ ഈ മറ്റേ സിമെൻറ്റും മണലും കൂടി വന്നു. അപ്പോൾ ഇത് ഇടിയാണ് ഇടുമ്പോൾ. ഇവിടെ ഈ വാട്ടർ ലെവൽ കറക്റ്റ് അല്ലാന്ന്. അല്ലെങ്കിൽ ഇത് ഇത്രയ്ക്ക് വേണ്ടിയിരുന്നുള്ളൂന്ന്. ഒരു ഇത്രയ്ക്ക് കനത്തിന് പകരം ഇത്രയ്ക്ക് 4 ഇഞ്ച് കനം വന്നു. ഈ 4 ഇഞ്ച് കനം വന്നപ്പോൾ ഇടുമ്പോൾ ഇടിയത് അതിന് കറക്റ്റാണ് വന്നിരുന്നത്. ഇതിൽ ടൈലിടണവരെ ഇതാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കനത്തിൽ പൊട്ടിയിട്ടുണ്ട് ഇവരവിടെ. മനസ്സിലായില്ലേ? അല്ലാണ്ട് വേറെ കുഴപ്പമുണ്ടായിട്ടില്ല. അതന്നെ നമ്മുടെ അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യസന്ധമായിട്ട് പറയണം. ഇവിടെ ഈ സാധനം ഇവിടുത്തെ ബെഞ്ച് മാറ്റിയിട്ട് അങ്ങോട്ട് ഇടുമ്പോൾ കുറേ വിമർശനം ഞാൻ കേട്ടു. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെയാക്കൊന്നും വിചാരിച്ചിട്ടില്ല. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ചെരിഞ്ഞിരിക്കല്ലേ, അതിന് അത് ശരിയാക്കി കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് തിരിച്ചിട്ടില്ല. അത് അവിടെ വെച്ചോണ്ട്, ആ ബെഞ്ച് അവിടെ വെച്ചോണ്ട് ഭംഗി കുറവുണ്ട്. ഈ ചേട്ടന് വിമർശനം കേട്ട കാര്യം പറയണുള്ളൂ. ആ വിമർശനം എന്തിനാ കേട്ടെന്നുള്ളത് പറയണില്ല. അതായത് ഈ സാധനം അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോഴേ അവിടെ ഇട്ടാ മതിയായിരുന്നില്ല. അത് ആദ്യം ഇവിടെ ഇട്ടു. അപ്പൊ വെയിലും മഴയും കൊള്ളാണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാക്കി. എന്നിട്ട് പിന്നെ ആ സാധനം എടുത്ത് പുറത്തിടുമ്പോ ആളുകൾ എന്തിനാ പറയാ? അത് പൊളിച്ചേരല്ലേ കൊണ്ടിട്ടത്. കാരണല്ലടാ, നേരെയാക്കാൻ വേണ്ടിട്ട്. എടുക്കണല്ലോ ഇങ്ങോട്ട്. ഇല്ല. അതന്നെ. അല്ല, നിലവിലുള്ള ഞാൻ പറയണത് നിലവിലുള്ളത് ഇത് കാണുമ്പോ എങ്ങനെയുണ്ട്? രസമായില്ല ഇത്? അവിടെയും രസമായില്ലേ? അവിടെ ഇനി മഴ വരുമ്പോ നോക്കിയോളൂ, ആ സാധനം ഇവിടെ പൂപ്പല് പിടിക്കണത്. മഴ പെയ്യുമ്പോ മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. അതേ ഇപ്പൊ ഭംഗിയുണ്ടാവും. മഴ പെയ്ത് മഴക്കാലം കഴിയുമ്പോ അത് മുഴുവൻ പച്ച കളറാവും. പച്ച കളറ് അവര് ക്ലോറിനിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുവര്. അവിടെ കളർ മാറിയിട്ടുണ്ട്. അല്ല, മഴയത്തല്ലേ എടുക്കുന്നത്. കളർ മാറിയിട്ടുണ്ട്. ശരി, ചേട്ടൻ ചെയ്തതാണ് ശരി. അല്ല, ഞാൻ ശരി തെറ്റല്ല ഇവിടെ പറയുന്നത്. എന്തിനാണ് ആളുകൾ വിമർശിച്ചതെന്ന് മനസ്സിലാക്കണ പോലും ഇല്ലേ, വെറുതെ ഓരോന്ന് പറയാം. മല്ലിപ്പൊടി തക്കാളി നമ്മുടെ വീട്ടിലെ തക്കാളി കേട്ടാ. അല്ല എൻ്റെ അവിടെ തക്കാളി ഭയങ്കര പുളിൻ്റെ പുളിയില്ല. ഞാൻ നോക്കിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ കുടപ്പുളി കുറയ്ക്കാലോ. തക്കാളി ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടാ. കുടംപുളി ഇടാറായി സരിതാ. ആവട്ടെ, നന്നായി മൂക്കട്ടെ കേട്ടാ. ഫ്രൈ ആയി ഒരുവിധം.
അപ്പം അതിലേക്ക് കുടംപുളി വെള്ളം കുടംപുളിയും ചേർത്ത് തിളക്കും. കുറച്ച് വെള്ളം കൂടിയും ഒഴിക്കണം. ഇതിനു വേണ്ടിയല്ലേ? ഉപ്പിട്ടിട്ടില്ല? ഇല്ല. ആ വല്ലാണ്ട് ചാറ് മതി, അത്ര മതി. ഉപ്പിടണില്ലേ ഇപ്പോൾ? മീനിട്ടിട്ട് ഉപ്പിടുന്നത്? ഉപ്പിട്ടിട്ട് മീനിടുന്നത്. തിളക്കട്ടെ. ഇത് തിളച്ചു തുടങ്ങി. അപ്പോൾ ആ മീൻ കൂടാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. കുറച്ചും കൂടി ഇട്ടോ. അപ്പോൾ മീൻ കഷ്ണം ഇടാൻ പോണ്. മീൻ കഷ്ണം മുഴുവൻ ഇട്ടു കേട്ടോ. ഇനി പതുക്കെ നമ്മൾ കൂട്ടാൻ ഇങ്ങനെ പതുക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷും ശിവിയും അവിടെ ഇരിക്കുന്നുണ്ട്. മടി പിടിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിക്കരുത്. അതായത് അവർ ഇവിടെ ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഒന്ന് വലിയണത്. അപ്പോൾ അതിന് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വലിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ കള്ളിയായിട്ട് കിട്ടണ നൈസായിട്ട് കാണാം. നമുക്ക് ഭംഗിയുടെ ഇതിക്ക് കണ്ട സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഇടയില്ലേ? അതെ. ഇനി അത് മാത്രല്ല, ഇത് അല്ല വെയിലത്ത് പോകണമെന്നില്ലല്ലോ. കുറച്ചാൾ കഴിഞ്ഞില്ലേ ഇവിടെ ഈ ഇതൊക്കെ തിരുവണി വലിപ്പം കൂടും. അപ്പൊ ഇവിടെ ഫുള്ള് തണലായി മാറും. ഇതിപ്പോ നാളികേരം കിടക്കണത് അവിടെയാണ്. അത് വഴി കുറെ പോണം. ആ നാളികേരം അവിടെ നിന്ന് എറിയണം. ശരി ശരി ശരി, ഞാനൊന്നും പറയില്ല. നിങ്ങളൊക്കെ ഒരു സെറ്റൊന്നുമില്ല. അത് വന്ന് കാണുന്നവർക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇത് ഉപ്പിട്ടാ അതിലേക്ക് കൂട്ടാനിലേക്ക് ഉപ്പ് പോരാ? എനിക്ക് പോണം. നിങ്ങൾക്ക് ചോറ് തന്നിട്ട് വേണം എനിക്ക് പോവാൻ. ഉപ്പ് പോരാ അല്ലേ? ഞങ്ങൾ അങ്ങടും ഇങ്ങടും കളിയാക്കും. അവളെ എന്നെയും കളിയാക്കും, ഞാൻ അവളെയും കളിയാക്കും. അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഞങ്ങൾക്ക്. അതെ, ഞങ്ങൾ 6ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സാ. 11 വയസ്സുള്ള പോട്ട്. ഇവ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 44 വയസ്സ്. 33 വർഷം നീണ്ട സുഹൃത്ത് ബന്ധമാണ്. റീൽസ് അവരെ കടയിലേക്ക് ഒരു കുട്ടീനെ വേണം നിൽക്കാനായിട്ട്. വല്ല പരിചയമുള്ള പെൺകുട്ടികളുണ്ടാ? എന്താ താല്പര്യം ഉണ്ടോ അവൾക്ക് പോവാൻ? ആ അവളെ പറഞ്ഞോ. അതിന് എവിടെ വീട് നിങ്ങളുടെ? അവിടെന്ന് വരാൻ ഇല്ല, അവിടെന്ന് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 7 മണി വരെ. 7 മണി വരെ നിൽക്കാൻ പറ്റുമോ? പോയിക്കോ. നമ്മുടെ ഷോപ്പില് 2 പേരുണ്ടായിരുന്നു സ്റ്റാഫ്, ശരണ്യം ഷിജി. അതിൽ ഷിജിക്ക് 5:30 പോണം. കാരണം അവളുടെ വീട് എവിടെയാണ്? ചെമ്മങ്കണ്ടാണ്. അപ്പൊ വീടിന്റെ അവിടേക്കുള്ള ബസ് 5:30 അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെട്ടുകാട് വരയ്ക്കേ ബസ്സുള്ളൂ. അപ്പൊ വെട്ടുകാട് അവൾക്ക് പിന്നെ ഓട്ടോ വിളിച്ച് പോകണം കുറെ ദൂരം ഉള്ളിലേക്ക് ആ സമയത്ത് പോവാണെങ്കിൽ. അപ്പൊ നമുക്കാണെങ്കിൽ ഷോപ്പില് 5:30 തൊട്ടാണ് തിരക്ക്. അപ്പൊ അവള് നിർത്തി. അപ്പൊ വേറൊരാളെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടല്ലൂരേളം തിരുത്തി ഈ വശം ചുറ്റുവട്ടത്തെ പരിസരം. അപ്പൊ മഹേഷിന്റെ വൈഫ് വരാന്ന് പറഞ്ഞേക്ക് അവിടെ വേറൊരു സാധ്യതന്റെ പിന്നെ തെളിഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മഹേഷിന്റെ ഇവന്റെ പണി 6 മണിക്ക് കഴിയില്ല, 5 മണി 5:30 കഴിയില്ല, 6 മണിക്ക് കഴിയും. അപ്പൊ മഹേഷിന്റെ വൈഫിനെ കൊണ്ടുവരാൻ വരുമ്പോ ഇവർക്ക് 2 പേർക്ക് ഹൈലൈറ്റ് മാളിൽ കയറി കറങ്ങി എല്ലാ ദിവസം പോവാലോ സുഖമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും പണിയണ കാശ് ഹൈലൈറ്റ് മാളിയെ പോവാനായിട്ട് കാശ് കൊടുക്കുന്നു വേണ്ട. അവിടെ കൈ കോർത്ത് പിടിച്ചടന്നിട്ട് അതിന്റെ ഉള്ളി നടന്നിട്ട് കാടുകളും കണ്ട് നടക്കാനായിട്ട് കാശ് കൈകോർത്ത് പിടിച്ച് നടക്കാണെങ്കിൽ ഓക്കെ, അതിന് കാശ് ചെലവില്ല. 10 പൈസ ചെലവില്ല. അല്ല അതിന് പറഞ്ഞത് അല്ല. പിന്നെ എപ്പോഴും ബസ് ഉണ്ട് ഇഷ്ടം പോലെ. ബസ് സ്റ്റോപ്പ് തൊട്ടടുത്ത് തന്നെയാണ്. അല്ല ഒരു ചാൻസ് പറഞ്ഞാണ്. അപ്പൊ ഇവർക്ക് കൂട്ടുകാരി പരിചയമുള്ള ആളാണ്. അപ്പൊ ശരി, ഇനി കൂട്ടാൻ സെറ്റായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇരവിമംഗലം
കുട്ടനല്ലൂര്, എളന്തിരുത്തി, പടവരാട്, പുത്തൂര് ഈ വശങ്ങളിലൊക്കെ ഉള്ളവർക്ക് വരാം. എളുപ്പാണ്. മണ്ണുത്തി ഒരാളെ ആവശ്യമുള്ളൂ. ഒരാളെ ആവശ്യമുള്ളൂ. രാവിലെ 9:30 തുറക്കും. നിന്റെ ഈ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോ രാവിലെ 9:30 ഷോപ്പ് തുറക്കും. വൈകുന്നേരം 7 മണി വരെ. തിരക്കുള്ള സമയങ്ങളിൽ ചിലപ്പോ 7:30 മണി 8:30 വരെയൊക്കെ ഉണ്ടാവും കേട്ടാ. അപ്പൊ ഞാനതൊന്ന് പറയട്ടെ, നിങ്ങൾ ഇത് എന്തുട്ടത് പറഞ്ഞു കഴിഞ്ഞുല്ലോ. പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഈ വശത്തുള്ളവർക്ക് മുൻഗണന. ചേട്ടന് എന്തുട്ടോ പറ്റിയിട്ട് ഗുളിക തെറ്റി കഴിച്ചു തോന്നുന്നുണ്ട് കാലത്തത്തെ. അത് ആളുകൾ തന്നെ ചോദിക്കും ഗുളിക മാറി കഴിച്ചു. ആര് ഗുളിക മാറി അല്ല അതെ. ഞങ്ങളേ മിഞ്ഞാന്നൊരു നാടകം കണ്ടുട്ടാ. നാടകത്തിൻ്റെ പേര് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് സംസ്ഥാന നാടക പ്രൊഫഷണൽ നാടക മത്സരം കേരള ഗവൺമെൻറ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഒരു നാടകം കാണാൻ പോയതല്ല അരമണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് പോരാന്ന് വിചാരിച്ചാൽ. അപ്പോൾ ആ നാടകം കണ്ടു. ആ നാടകത്തിൽ എന്താ പറയുക, വർത്തമാനമാണ് പ്രധാനം. ഇല്ല, നാടകമാണ് എനിക്ക് ഇഷ്ടമൊന്നുമില്ല, ഞങ്ങൾ ഉറങ്ങിപ്പോകും. പക്ഷേ ഈ 2 മണിക്കൂർ 10 മിനിറ്റുള്ള നാടകം ഞാൻ മുഴുവൻ കണ്ടു. അതായത് ആളുകൾ ഇങ്ങനെ അല്ല ആളുകൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ടേ വിഡൽസുകളില്ലേ, ഹരീഷ് കണാറിന്റെ മറ്റേ എന്നിട്ട് അയാളെ പേരുന്ന ഹരീഷ് കണാറിന്റെ ആ കഥാപാത്രത്തിൽ ജാലിയൻ കണാറല്ലേ കേട്ടിട്ടുണ്ടാ? വിഡൽസുകൾ പറഞ്ഞ ചായക്കടകളിൽ വന്നിട്ട് വലിയ വലിയ പെരുമിയുള്ള ഓരോ പറയാ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുടെ. അപ്പൊ അമ്മായിമ്മയും മരുമോളും ഭയങ്കര ചീട്ടുകളിയും ഭയങ്കര സ്നേഹം. അല്ലാതെ അമ്മായിമ്മയും മരുമോളും അങ്ങോട്ടും വഴക്കടിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് എൻ്റെ ഇവിടെ കുറ്റം അവിടെ പറയാ, അവിടെ കുറ്റം ഇവിടെ പറയാ, അങ്ങനത്തെ പരിപാടികളല്ല. എല്ലാവരും വർത്താനം പറഞ്ഞ് സ്നേഹിക്കുക. ഇതിൽ തമാശ ഈ ചായക്കടയിൽ നിന്നിട്ട് ഇങ്ങനെയുണ്ട് ഈ വിഡൽസുകൾ പറഞ്ഞിട്ട് അതിനെ ആസ്വദിച്ച് രസിച്ച് ജീവിക്കുക. അങ്ങനെ ഒരു നാടകം ഭയങ്കര രസ നാടകമാണ്. ഇത്തിരി ലാഗ് അടിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ 2 മണിക്കൂർ 10 മിനിറ്റ് ഇരുന്ന് കണ്ടു. എല്ലാ ദിവസവും 2 നാടകം വെച്ച് 10 നാടകം മൊത്തം. കൂട്ടാൻ ബന്ധു അവരൊക്കെ ഉണ്ട് ഇവിടെ. അയ്യോ ഇറക്കാൻ തീപ്പെട്ടില്ല. ഈ കായ്ക്കപ്പടി തുണി വേണ്ട. കൂട്ടിറക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വേപ്പില വെതറണ ഒന്നും വേണ്ടല്ലോ. അത് ഈ കിണ്ണം കൊണ്ടൊന്ന് മൂടി വെച്ചോ. കുറച്ച് മീനുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പീസുകൾ, അത് വറക്കണം കേട്ടാ. ഇതൊന്നും ഈ മീൻ തന്നെയാണ് കേട്ടാ. ആ മീൻ്റെ വാലും അങ്ങനത്തെ ഭാഗങ്ങളല്ലേ. പക്ഷെ ഞാൻ ഇന്നലെ വരുമ്പോ ഒരു ലോഡ് മുള്ളിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ തലകളാ, ഇത് തലകള് ഒക്കെ വറുത്ത് തിന്നതാ ചേട്ടൻ. ചേട്ടൻ എന്തോരം കഷ്ടപ്പെടുന്നേ ഞങ്ങൾക്ക് വേണ്ടി. എന്തൊരു ചൂട്. അതെ, മഹേഷിനും ശിവിയും ചോറ് കൊണ്ടിട്ടില്ല. അത്ര ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചോറുണ്ട് ഇവിടെ, അവർക്ക് ചോറ് കൊടുക്കാനാ. ചോറ് അങ്ങനെ എടുത്തോന്നു അറിഞ്ഞില്ല ചേട്ടാ, നിങ്ങൾ ചോറ് കൊണ്ടിട്ടില്ല. ഇതെന്തായാലും എങ്ങനെയാ വെച്ചോണ്ടത്? അത് സംഭവിച്ചു. ഇത് 2 കൂട്ടി നീ ഒത്തിരി ഇങ്ങോട്ട് നീക്കിക്കുക, അല്ലെങ്കിൽ എന്തോ ഒരു അപാകത. ചോറ് ഇത് ഇതേ കുത്തരി നീ പറയുന്നത് മഹേഷ്ലി. കൂട്ടാങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ, കൂട്ടാങ്ങോട്ട് എടുക്കട്ടെ കേട്ടാ. സരിതാ മീൻ വറുത്ത സാധനം കൊടുത്തോ. ഇത് ശരിക്കും പറയണ്ടേ ഇപ്പഴല്ല ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. കുറേ ചാറ് കഷ്ണമാണ് ഇതിന് എടുക്കട്ടെ നമുക്ക്.
മതി 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 ഇനി ഒരു മിനിറ്റ് ഇത് ഇവിടെ ആക്കിയിട്ട് ആ മീൻ വറുത്ത് കൊണ്ട് കൊടുത്താൽ സാർ ഇത് അച്ചാറ് ഞാൻ അടുത്ത് തരാം നാരങ്ങ അച്ചാറാണ് നമ്മളുണ്ടാക്കിയതല്ല കഷ്ണം വീണിട്ടില്ല അല്ലേ ചെറിയ കഷ്ണം മതി ആവശ്യത്തിന് എടുത്താൽ മതി. ഞങ്ങൾ ചോറിനും ചേട്ടൻ ഇപ്പം തന്നെ കഴിച്ചേ ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങൾ ചോറിനും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചോറിന് കഴിഞ്ഞിട്ട് ചോറിന് ഞങ്ങൾക്ക് ഇഷ്ടം പോയിട്ടുണ്ട് കൂടുതൽ ചോറ് വെച്ചല്ലോ സാർ ഇതെന്ന് അന്ന് സുജിത വരുന്നു പറഞ്ഞിട്ടായിരുന്നു. കടല്ലേ ഇഷ്ടം പോലെ ചോറുണ്ട് അതിപ്പോഴല്ല ടേസ്റ്റ് ഉണ്ടാവാ വൈകുന്നേരം നാളെ കാലത്തേക്ക് ഞാൻ വിളി പപ്പടം അതിൽ കാച്ചിട്ടുണ്ടെന്ന് പറയട്ടെ ഉണ്ട്. ഒരു മിനിറ്റ് പപ്പടം എടുത്ത് കൊണ്ടിട്ട് വരാട്ടാ പപ്പടം കാച്ചണം നീ ഞാൻ കാച്ചിട്ട് കൊണ്ടുവരാണെങ്കിൽ കൂട്ടാൻ വേണമെങ്കിൽ നീ തരാട്ടാ എടുത്തോ ആവശ്യത്തിനുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വേണ്ട ഇതിനേക്കാളും നല്ലത് വേറെ ലോകത്തിലൊന്നും ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് എനിക്ക് ചോറും മീൻ കൂട്ടാനും മീൻ വറുത്തുണ്ടെങ്കിൽ ചോറുണ്ടിട്ടാണ് വീഡിയോ ഷൂട്ടിങ്ങിന് വന്നേ അല്ലാച്ചെങ്കിൽ നിങ്ങളുടെ ഇപ്പുറത്തെ ഒരു അല്ലിട്ട് ചേട്ടൻ ഇരുന്നേനെ. ഇങ്ങനെ ഒരിക്കലും ചേട്ടന് ക്ഷമ കിട്ടില്ല. ചേട്ടന് ഒരിക്കലും ക്ഷമ കിട്ടില്ല. ഏയ് നിങ്ങൾ കഴിച്ചോ ഇനിയിപ്പോ വേണ്ട എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക ചോറുണ്ടോളടാ കുറച്ച് കഴിയുമ്പോഴാ ഉണ്ടിട്ട് അപ്പ തന്നെയാണ് വീഡിയോ എടുക്കാൻ വന്നേ. ആ കാലത്ത് നേരം വൈകിട്ട് കാലത്ത് അത് അതല്ല. ജ്യൂസ് അടിക്കേണ്ടി തരുത് രാവിലെ നട്ട്സിന്റെ ഒരു ജ്യൂസ് കഴിക്കും. അത് കഴിച്ചാൽ പിന്നെ എനിക്ക് വേറെ ഭക്ഷണം വേണ്ട. പക്ഷെ ചേട്ടന് ഒരു 11 മണി 11 വിശക്കും. അപ്പൊ ചേട്ടൻ ചോറും. ആ അല്ല നമ്മുടെ ശരീരത്തിനനുസരിച്ച് ഇത്തിരി കാലത്ത് ഇത്തിരി ഫുഡ് കഴിക്കണ്ടേ. ഞങ്ങളേ ഇവിടെ പാവറ്റിലൊരു ബിബിൻ സാറുണ്ട്. അതിപ്പോ വീഡിയോയിൽ പറയാന്ന് ചോദിച്ചത് ആളെ വീട്ടിലല്ലേ പലഹാരം ഉണ്ടാക്കണ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. കാലത്ത് കഞ്ഞി ഒരു ഉപ്പേരി അച്ചാറുണ്ടോ എല്ലാവരും അതാ കഴിക്കുക. പലഹാരം ഇവിടെ കാരണം അവരുടെ വീട്ടിൽ കൊപ്രമില്ലുണ്ട് ഈ വെളിച്ചെണ്ണ ആട്ടണ സ്ഥലം. അപ്പൊ പണിക്കാര് വരും കുറച്ച് പേര്. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരുമിച്ചുള്ള കഞ്ഞിക്കാലത്തിലാ വെക്കുക മൊത്തം. അതും ഈ എന്തെങ്കിലും ഒരു പേര് ഉണ്ടാവും ചിലപ്പോ പയറും കായ എന്തെങ്കിലും ഐറ്റംസ് ഒരു അച്ചാർ ഇങ്ങനത്തെ ഒരു അച്ചാറുണ്ടാവും. എല്ലാവരും ആ ചേട്ടനടക്കം അച്ഛനടക്കം വന്നിട്ട് അതാ പിടിക്കുന്നതാണ്. അതെ നല്ല കാര്യം. അപ്പോൾ നിങ്ങൾ കഴിക്കും. ഞങ്ങള് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത് തടസ്സപ്പെടുത്തുന്നില്ല. ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് നിർത്താം. എന്തായാലും ഹാപ്പിയായി സന്തോഷകരമായി. ഇനി അവരെ പണി കഴിഞ്ഞിട്ട് നമുക്കിത് കാണിക്കാം. പിന്നെ അത് മാത്രമല്ല അത് കഴിയോ പിന്നെ ഇവരെ കൊണ്ട് ഒരു പാട്ടും പാടിപ്പിക്കാമല്ലോ. പിന്നെ മഹേഷ് നാളെ വരുമ്പോൾ നിന്റെ വൈഫിനെ കൊണ്ടുവരുമോ പണിക്ക് കൊണ്ടേ? അല്ല ഇത് ചോദിച്ചു നോക്കിട്ടാ ഷോപ്പിലേക്ക് നിൽക്കേണ്ട കാര്യം ചോദിച്ചോ. അപ്പൊ അവളെയും കൊണ്ട് വന്നാൽ മതി. അപ്പൊ ശരി അപ്പൊ നിർത്താം കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ നന്ദി നമസ്കാരം.